ആരാടി വിളിക്കുന്നത്? ഡോക്ടർ എമിലിയ. അവരെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? നോക്കട്ടെ. ഹലോ, നിങ്ങളുടെ ഫ്രണ്ട് ആരതിയെ പരിചയപ്പെടുത്തി തരാമെന്ന് ഗബ്രിക്ക് വാക്കുകൊടുത്തതല്ലേ? ഗബ്രിക്ക് വാക്കുകൊടുത്തിട്ട് നിങ്ങൾ ആരതിയെ പരിചയപ്പെടുത്താൻ വൈകുന്നത് എന്താ? ആരതിയെ ഹാജരാക്കി നിങ്ങളുടെയൊക്കെ സംശയങ്ങൾ തീർക്കാൻ ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇതിന് ആരതിക്കും കൂടെ സമയം കിട്ടണ്ടേ? സമയം കിട്ടാത്തതല്ല, ഞങ്ങൾക്ക് മുൻപിൽ ആരതിയെ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല. അതല്ലേ സത്യം? സത്യം എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് ഞാനെങ്ങനെ തിരുത്താനാ? തിരുത്തിയാലും അത് നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. ആരതിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ പറയാം. ഞങ്ങൾ ആരതിയെ കണ്ട നിങ്ങളുടെ കള്ളങ്ങൾ പലതും പുറത്തു വരുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്? അതുകൊണ്ടൊന്നും അല്ല. ഗബ്രിയേൽ സാറ് പിന്നീട് ഞങ്ങളോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. ഇപ്പൊ ഗബ്രി ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഒരേ കാര്യം നിങ്ങളോട് പലവട്ടം ആവശ്യപ്പെടുന്നതിന് ഗബ്രിക്ക് ബുദ്ധിമുട്ടുണ്ട്. പോലീസ് തിരയുന്ന ആരവെന്ന കൊലയാളിയുമായി നിങ്ങൾക്ക് കണക്ഷൻ ഇല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ആരതിയെ പ്രസന്റ് ചെയ്യണം. ഞങ്ങൾ ആരതിയെ പ്രതീക്ഷിക്കും. നിങ്ങൾ അവളെ ഇവിടെ പ്രസന്റ് ചെയ്യണം. അതെപ്പോഴാണെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ? ഇനി അവർ ആരതിയെ കൊണ്ടുവരും. അവളെ കണ്ടതിന് ശേഷമേ ചില സംശയങ്ങൾ മാറുകയുള്ളൂ. ആരതി അവർക്ക് പരിചയപ്പെടുത്തണമെന്ന് പറയുന്നു. അതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഗബ്രിയേൽ സാർ ആവശ്യപ്പെട്ടിട്ടാണ് ഡോക്ടർ എമിലി ഇപ്പൊ വിളിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരതി അവർക്ക് പരിചയപ്പെടുത്താതിരുന്ന ആരവിലേക്ക് അനാവശ്യമായ സംശയങ്ങൾ വന്നു ചേർന്നാലോ? ഇക്കാര്യത്തില് നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആരവിന്റെ ഫ്രണ്ട് ആരതി നമ്മളെ സഹായിക്കാൻ തയ്യാറാ. നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ആരവ് ആരതിയെ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോ ആരതി അവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ നമുക്കെന്താ പ്രശ്നം? നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാ അവരുടെ സംശയങ്ങൾ വളർത്താനായിട്ട് നമ്മൾ ആരതിയെ പരിചയപ്പെടുത്താതിരിക്കുന്നേ? നമ്മൾ അതിൽ നിന്നും പിന്മാറുമ്പോഴാ പ്രശ്നം. എന്നാ പിന്നെ ആരതിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആരവിനോട് പറയാല്ലേ? ആരവ് നമ്മളെ സഹായിക്കും. എടാ, അവിടെ കയറി അടിക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ. രുദ്രണ്ണനെ നീയൊക്കെ കൂടെ ചീത്തപ്പേരുണ്ടാക്കുവോ? കളഞ്ഞിട്ട് പോടാ. എടാ, ഞാൻ തിരിച്ചു വിളിക്കാവേ. അപൂർവം നീ ജോറ മായാജാലം നീ യുത്തിൻ താളം നീ ആരാനി ആരടി തിയോനി ആരതി പിസോനി മാസ്റ്റർ പീസാനി. ഇവളേതാ? ആദ്യമായിട്ടാണല്ലോ കാണുന്നേ. ഇവൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്നെ കണ്ടപ്പോ ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവനെ ഒന്ന് വട്ടിളക്കിയാലോ? അവളെ എന്നെ നോക്കിയാണല്ലോ ചിരിച്ചത്. ഒരു പെണ്ണുങ്ങളും ഇത്രയും താല്പര്യത്തോടെ എന്നെ നോക്കിയിട്ടില്ല. ഈ സുന്ദരി ആരാണെന്ന് എന്തായാലും അറിയണം. കല്യാണം കഴിച്ചതല്ലെങ്കിൽ ഇവളെ അങ്ങ് കെട്ടിയാലോ? എന്താ ചേട്ടാ, എന്നെ അറിയോ? അല്ല, അത് നിന്നെ എവിടെ കണ്ട് നല്ല പരിചയം. ഏയ്, എന്നെ ചേട്ടൻ വേറെ എവിടെയും കണ്ടു കാണാൻ സാധ്യതയില്ല. ഞാനിവിടെ ആദ്യമാ. എന്താ പേര്? ആരതി. നല്ല ബ്യൂട്ടിഫുൾ നെയിം. കല്യാണം കഴിച്ചാണോ? എന്റെ പേര് ഇഷാൻ. മിനിസ്റ്ററുടെ മോന്റെ ഫ്രണ്ടാ.